ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആശിഷ്. ഞങ്ങളുടെ ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്തിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 28ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരുന്നത് ബീഹാർ സംസ്ഥാനത്തിൽ നിന്നും രൂപം കൊണ്ടാണ്. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരുന്നത് ബീഹാർ സംസ്ഥാനത്തിൽ നിന്നും രൂപം കൊണ്ടാണ്. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 84ാം ഭരണഘടനാ ഭേദഗതിയാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന ഭേദഗതി. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 2000 നവംബർ 15. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി. ജാർഖണ്ഡിൻ്റെ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും ദാമോദറും. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഹിന്ദിയും സന്താളിയും. ഏതൊക്കെയാണ്? ഹിന്ദിയും സന്താളിയും. ജാർഖണ്ഡ് സംസ്ഥാനം ശ്രദ്ധിക്കുക. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2000 നവംബർ 15. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും ദാമോദറും. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഹിന്ദിയും സന്താളിയും. ജാർഖണ്ഡിൻ്റെ സംസ്ഥാന പുഷ്പമാണ് പലാഷ്. ഏതാണ്? പലാഷ് ആണ്. ജാർഖണ്ഡിലെ സംസ്ഥാന പുഷ്പമാണ് പലാഷ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, വനാഞ്ചൽ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, ധാതു സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, വനാഞ്ചൽ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് സന്താൾ, മുണ്ട, കർമാലി എന്നീ 3 ആദിവാസി വിഭാഗങ്ങൾ. ജാർഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ആദിവാസി വിഭാഗങ്ങളാണ് സന്താൾ, മുണ്ട, കർമാലി. സന്താൾ ഭാഷക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് സന്താളി ഭാഷ. സന്താളി ഭാഷ ഏത് ലിപി എന്ന് ചോദിച്ചാൽ ഓൾചിക്കി ലിപിയാണ്. ഓൾചിക്കി ലിപി സന്താൾ ഭാഷക്കാരുടെ ലിപിയാണ്. സന്താളി ഭാഷയുടെ ലിപിയാണ് ഓൾചിക്കി ലിപി. ഏത് ലിപി? ഓൾചിക്കി ലിപിയാണ്. ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. യുറേനിയം, അഫ്രം, കൽക്കരി എന്നീ 3 ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ബിർസ മുണ്ട വിമാനത്താവളം. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ബിർസ മുണ്ട വിമാനത്താവളം. ജാർഖണ്ഡ് വിമോചന സമരത്തിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ബിർസ മുണ്ട. ജാർഖണ്ഡ് വിമോചന സമരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ബിർസ മുണ്ട. ജാർഖണ്ഡ് മുക്തി മോർച്ച സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ഷിബു സോറൻ. ജാർഖണ്ഡ് മുക്തി മോർച്ച സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ഷിബു സോറൻ. ഇന്ത്യൻ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നതാണ് ധൻബാദ്. ഇന്ത്യൻ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നതാണ് ധൻബാദ്. ഇന്ത്യൻ ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നതും ഏതു തന്നെ? ധൻബാദ്. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിൽ. അപ്പം 3 ക്വസ്റ്റ്യൻ, 3 ആൻസർ. ഇന്ത്യൻ കൽക്കരി നഗരം എന്ന് അറിയപ്പെടുന്നത് ധൻബാദ്. ഇന്ത്യൻ ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ്. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂർ. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം, സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന നഗരം, ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച നഗരം, ടാറ്റ നഗർ എന്ന് അറിയപ്പെടുന്ന നഗരം, ഇന്ത്യയുടെ ഉരുക്കു നഗരമാണ് ജംഷഡ്പൂർ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സുവർണ രേഖ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സുവർണ രേഖ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് റാഞ്ചി.
റാഞ്ചി, അതായത് ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് നേരത്തെ പറഞ്ഞത് റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതും ഏതു തന്നെ റാഞ്ചിയാണ്. റാഞ്ചിയെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതു തന്നെ സുവർണരേഖയാണ്. റാഞ്ചിയെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതു തന്നെ സുവർണരേഖ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയും ജാർഖണ്ഡിനെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതാണ്? സുവർണരേഖയാണ്. ഏതാണ്? സുവർണരേഖ. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഉരുക്കു നിർമ്മാണശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ ഉരുക്കു നിർമ്മാണശാലയാണ് ജാർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കു നിർമ്മാണശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ നിലവിൽ വരാൻ സഹായിച്ച രാജ്യമാണ് റഷ്യ. ബൊക്കാറോ ഉരുക്കു നിർമ്മാണശാല നിലവിൽ വരാൻ കാരണമായ അല്ലെങ്കിൽ സഹായിച്ച രാജ്യമാണ് ഏത്? റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ നിക്കൽ നിർമ്മാണശാല സ്ഥാപിതമായത് ജാർഖണ്ഡിൽ. ഇന്ത്യയിലെ ആദ്യത്തെ നിക്കൽ നിർമ്മാണശാല സ്ഥാപിതമായത് ജാർഖണ്ഡിൽ. ഹൈക്കോടതി ആവശ്യങ്ങൾക്കായിട്ട് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ഹൈക്കോടതി ആവശ്യങ്ങൾക്കായിട്ട് പിങ്ക് കവർ, ഹൈക്കോടതി ആവശ്യങ്ങൾക്കായിട്ട് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡ് സംസ്ഥാനം. പശുക്കൾക്ക് ആദ്യമായിട്ട് ആധാർ കാർഡ് നൽകിയ സംസ്ഥാനം ആണ് ജാർഖണ്ഡ് സംസ്ഥാനം. പശുക്കൾക്ക് ആദ്യമായിട്ട് ആധാർ കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ ആദ്യത്തെ തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ സംസ്ഥാനവുമാണ് ഏത്? ജാർഖണ്ഡ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ സംസ്ഥാനവുമാണ് ഏത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ബാബുലാൽ മിറാണ്ട. ബാബുലാൽ മിറാണ്ടിയാണ് ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രിയാണ് രഘുബീർ ദാസ്. ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രിയാണ് രഘുബീർ ദാസ്. രഘുബീർ ദാസ് ആണ് ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇത്രയും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക.